ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഷെഡ്യൂൾ ഇപ്പോഴും ICC ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യയുടെ ആ ഒരു ഹൈബ്രിഡ് മോഡലിനെ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ കാരണമായിരുന്നു ഷെഡ്യൂൾ അടക്കം ഇത്രയും വൈകിയത്. സോ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ഹൈബ്രിഡ് മോഡലായിരിക്കും നടക്കാൻ പോകുന്നത്. ഹൈബ്രിഡ് മോഡലിൽ ദുബായിൽ വെച്ചായിരിക്കും ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ചാമ്പ്യൻസ് ട്രോഫിയിൽ നടക്കാൻ പോകുന്നതും. സോ അടുത്ത വർഷം പാകിസ്ഥാൻ ആതിഥേയത്വം നൽകാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ ഷെഡ്യൂൾ ഇപ്പോൾ ICC ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്ക് 2 ഗ്രൂപ്പുകളിലായി 8 ടീമുകളാണ് മത്സരിക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാൻ, ഇന്ത്യ, ന്യൂസിലാൻഡ് ടീമുകൾക്കൊപ്പം ബംഗ്ലാദേശും, ഗ്രൂപ്പ് ബിയിൽ സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ, ഇംഗ്ലണ്ട് ടീമുകളാണ് മാറ്റുരയ്ക്കാൻ പോകുന്നത്. സോ ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെയാണ് ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത്. മാർച്ച് 9 ഫൈനൽ ലാഹോറിലാണ് ഫിക്സ്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ ഫൈനലിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഹൈബ്രിഡ് മോഡലിൽ അത് ദുബായിൽ വെച്ചായിരിക്കും ഫൈനൽ നടക്കാൻ പോകുന്നു. സോ ഷെഡ്യൂൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 19 ഉദ്ഘാടന പോരാട്ടത്തിൽ ആദ്യമായിട്ടുള്ള പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെ നേരിടും. കറാച്ചിയിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 20 ഇന്ത്യ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ദുബായിൽ ബംഗ്ലാദേശിനെ നേരിടും. ഫെബ്രുവരി 21 കറാച്ചിയിൽ സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാനെയും, ഫെബ്രുവരി 22 ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലാഹോറിൽ വെച്ചാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 23 സൂപ്പർ പോരാട്ടം പാകിസ്ഥാൻ വേഴ്സസ് ഇന്ത്യ. ദുബായിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 24 റാവൽപിണ്ടിയിൽ ന്യൂസിലാൻഡ് ബംഗ്ലാദേശിനെയും, ഫെബ്രുവരി 25 റാവൽപിണ്ടിയിൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയും നേരിടും. ഫെബ്രുവരി 26 ലാഹോറിൽ ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാനെയും, ഫെബ്രുവരി 27 പാകിസ്ഥാൻ ബംഗ്ലാദേശിനെയായിരിക്കും നേരിടാൻ പോകുന്നത്. റാവൽപിണ്ടിയിലാണ് മത്സരം. പാകിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ് പോരാട്ടം നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 28 ലാഹോറിൽ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാനെ നേരിടുമ്പോൾ മാർച്ച് 1 കറാച്ചിയിൽ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്കയെ നേരിടും. മാർച്ച് 2 ഇന്ത്യയുടെ അടുത്ത പോരാട്ടം. ദുബായിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. സോ ഇതാണ് ടൂർണമെൻറ്റിലെ ലീഗ് സ്റ്റേജ് പോരാട്ടങ്ങളുടെ ഷെഡ്യൂൾ. മാർച്ച് 2 അവസാന ലീഗ് സ്റ്റേജ് പോരാട്ടത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടും. ഇനി സെമി ഫൈനൽ ഫിക്സ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഒന്നാം സെമി ഫൈനൽ ദുബായിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. മാർച്ച് 4 ഒന്നാം സെമി ഫൈനൽ. മാർച്ച് 5 രണ്ടാം സെമി ഫൈനൽ ലാഹോറിൽ വെച്ചും. നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടുള്ളത് മാർച്ച് 9 സൺഡേയിൽ ലാഹോറിൽ വെച്ചാണ് ഫൈനൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ ഫൈനലിന് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ഹൈബ്രിഡ് അല്ലെങ്കിൽ ന്യൂട്രൽ വെന്യൂവിലേക്ക് മാറ്റണം. സോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം നടക്കുന്നത് ദുബായിൽ വെച്ചായിരിക്കും. ഇന്ത്യ അഥവാ ഫൈനലിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ കലാശ പോരാട്ടം നടക്കാൻ പോകുന്നത്. ഇനി ഇന്ത്യ അഥവാ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ്റെ ലാഹോറിൽ വെച്ചായിരിക്കും ആ ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ സൂപ്പർ ഫൈനൽ നടക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.